ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു സിറാജൂസ് കിച്ചൻ. അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ ഉച്ചക്കത്തേക്കുള്ള ഒരു മീൻകറിയായിട്ടാണ് വന്നത്. ഇന്നത്തെ സ്പെഷ്യൽ ചൂടക്കറിയാണ്, നല്ല നാടൻ ചൂടക്കറി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങ പൊട്ടിക്കുകയാണ്. കറി ഉണ്ടാക്കാനുള്ള പുളിയൊക്കെ നേരത്തെ ചൂടുവെള്ളത്തിൽ പുതിർത്തി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്കുള്ള പച്ചക്കറികളെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്, തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. പിന്നെ വറുക്കാനുള്ള മീൻ അയില കായം തേച്ച് വെച്ചിട്ടുണ്ട്. ചട്ടി എടുത്തിട്ട് അതിലേക്ക് തക്കാളി, ഉള്ളി, പച്ചമുളക് അതൊക്കെ ചട്ടിയിലേക്ക് ഇടാം. ഞാൻ സാധാരണ കറിയാണ് വെക്കുന്ന, നാടൻ കറി. എനിക്ക് താളിച്ച് വെക്കുന്നത് വലിയ ഇഷ്ടമില്ല. നാടൻ കറി എല്ലാ പച്ചക്കറികളും ഇട്ടിട്ട് നല്ലോണം കുഴച്ച് വെക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ പച്ചക്കറികളെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇടാം. ചൂട കറിയാനെ കൊണ്ട് അതിൽ അധികം മുളക് പൊടിൻ്റെ ആവശ്യമില്ല, കുറച്ച് മതി. പച്ചമുളക് കുറച്ച് അധികം ഇട്ടാൽ മതി. പിന്നെ കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ഇടാം. പിന്നെ പുളി ഒഴിക്കണം. പുളി അധികം വേണ്ട. ഈ ചൂടക്കറിയിൽ, മാന്തക്കറി, പിന്നെ നെത്തൽ കറി, അതിലൊന്നും അധികം പുളി ഒഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. കുറച്ച് ഒഴിച്ചാൽ മതി. തക്കാളി ഇടുന്നുണ്ടല്ലോ, അപ്പോൾ പുളി അധികം ഒഴിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് പൊടി ഒഴിച്ചിട്ട് നന്നായി കുഴയ്ക്കും. കൈ കൊണ്ട് നന്നായി മിക്സാക്കും. ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. കൈ കൊണ്ട് നല്ലോണം കുഴച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. താളിച്ച് വെക്കുന്നതും ഈ കൈ കൊണ്ട് കുഴച്ച് വെക്കുന്നതും രണ്ടും വ്യത്യാസമുണ്ട്. കലക്കി കഴിഞ്ഞതിന് ശേഷം ഉപ്പോ എരിവോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർക്കാം. കുറച്ച് പുളീൻ്റെ ഒരു കുറവുണ്ട്, കുറച്ചും കൂടി പുളി ഒഴിച്ചേക്കാം. നല്ലോണം മിക്സാക്കി കഴിഞ്ഞതിന് ശേഷം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇടണം. കുറച്ച് മതി, അധികമൊന്നും വേണ്ട. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി ചതച്ച് വെച്ചത് കുറച്ച് ഇതിലേക്ക് ചേർക്കുക, കലക്കി വെച്ച കറിയിലേക്ക്. പിന്നെ കുറച്ച് കറിവേപ്പില കുറച്ചിട്ടാൽ മതി, ബാക്കി ഞാൻ കറി താളിക്കുമ്പോൾ അതിൽ കുറച്ച് ചേർക്കുന്നുണ്ട്. അടുപ്പിൽ വെക്കാം. അതിനുശേഷം അത് നല്ലോണം തിളച്ച് അതിലുള്ള പച്ചക്കറി, ഉള്ളി, തക്കാളി, പച്ചമുളകൊക്കെ നല്ലോണം കുറച്ച് വെന്തതിൻ്റെ ശേഷമാണ് തേങ്ങ ഇടുക. അപ്പോഴത്തേക്ക് തേങ്ങ മിക്സിയിൽ അടിക്കുക. തേങ്ങയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. എന്നിട്ട് മിക്സിയിൽ വെള്ളം ഒഴിക്കാതെ ഫസ്റ്റ് ഒന്ന് കറക്കിയതിൻ്റെ ശേഷം പിന്നെ വെള്ളം ഇട്ടിട്ട് അടിക്കാം. കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായി അടിച്ചെടുക്കാം. കുറച്ച് അടിച്ചതിൻ്റെ ശേഷം ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ ഉള്ളി ഇടും. ഇതൊന്നുകൂടി അടിക്കും. നല്ലോണം അടിച്ചതിന് ശേഷം കറിയൊക്കെ കുറച്ച് തിളച്ച് വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് ചെറിയ ഉള്ളി, വറവിടാനുള്ള ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെക്കാം. തേങ്ങയൊക്കെ പാകമായി, പച്ചക്കറിയൊക്കെ നല്ലോണം വെന്ത് തേങ്ങ ഒഴിക്കുക. ഞാനെല്ലാം കൈ കൊണ്ട് തന്നെ ചെയ്യാം. എനിക്ക് കയ്യിൽ കൊണ്ട് ചെയ്താലും ശരിയാവില്ല. അതിൽ കുറച്ച് മിക്സിയിൽ കുറച്ച് ചൂടുവെള്ളം ഇട്ടിട്ട് ഞാൻ ഒഴിക്കുന്നുണ്ട്. കറിയിൽ എപ്പോഴും ഒഴിക്കുമ്പോൾ ചൂടുവെള്ളം ഇടുന്നതാണ് നല്ലത്. അപ്പോൾ അല്ലെങ്കിൽ കറീൻ്റെ ടേസ്റ്റ് കുറച്ച് വ്യത്യാസമാവും. പച്ചവെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളം ഒഴിക്കണം. നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം
ചൂട അതിലേക്ക് ഇടണം. തേങ്ങ ഒഴിക്കുന്ന സമയത്ത് തന്നെ ചൂട മീൻ അതിലിടുക കേട്ടോ. രണ്ടും കൂടി ഒരുമിച്ച് കുറച്ച് തിളയ്ക്കുമ്പോൾ, അധികം തിളയ്ക്കരുത്, ഒന്ന് ചെറുതായിട്ട് തിളയ്ക്കുമ്പോൾ ഇറക്കി വെക്കാം. നല്ലോണം ഒന്ന് നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം. അധികം സ്പൂൺ ഇട്ടിട്ട് അധികം ഇളക്കി കൊടുക്കരുത്, മീൻ ഉടഞ്ഞു പോകും. ചെറിയ മീനായതുകൊണ്ട്. ഇനി കറി നമുക്ക് തൂമിക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് കറിയിലേക്ക് തൂമിക്കാൻ എടുക്കുക. കറി, ഉപ്പേരി അതൊക്കെ എനിക്ക് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. ചെറിയ ഉള്ളിയും ഉലുവയും ഇട്ടിട്ടാണ് ഞാൻ തൂമിക്കുന്നത്. ഉലുവ കുറച്ചിട്ടാൽ മതി, പേരിന് കുറച്ച് ടേസ്റ്റിന് മാത്രം. അധികമൊന്നും ഇടണ്ട. നല്ലോണം ഉള്ളി നല്ലോണം ചുവന്ന് വരുമ്പോൾ കറിവേപ്പില ഞാൻ കറിയിൽ ഇട്ടിട്ടുണ്ട്, പക്ഷെ ഇതിൻ്റെ കൂടെ ഇടുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റാണ്. കുറച്ച് ഇട്ടാൽ മതി, അധികം ഇടണ്ട കറിവേപ്പില. നല്ലോണം ഒന്ന് ചൂടായ മിക്സ് കറിയിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കണം. കറി വറവിട്ട് കഴിഞ്ഞതിന് ശേഷം നല്ലോണം മൂടി വെക്കണം. ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞതിന് ശേഷം മിക്സ് ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കറിയൊക്കെ വറവിട്ട് കഴിഞ്ഞതിന് ഓയിലാണ് ഞാൻ പപ്പടം പൊരിക്കുന്നത്. കറി ഞാൻ വെളിച്ചെണ്ണയിലാണ് വറവിട്ടത്. ഇനി പപ്പടം പൊരിക്കാൻ ഓയിൽ ഒഴിച്ചിട്ട് പപ്പടം പൊരിക്കാം. അതേ ഓയിലിൽ തന്നെ മീൻ പൊരിച്ചെടുക്കാം. ഇന്നത്തെ സ്പെഷ്യല് മീൻ അയിലയാണ് പൊരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെണ്ടക്ക ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാത്തിൻ്റെ മുമ്പേ ചോറ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചോറ് ഇനി പപ്പടം പൊരിച്ച അതേ ഓയിൽ തന്നെ നമുക്ക് അയിലയും പൊരിച്ചെടുക്കാം. അപ്പോൾ ഗൈസ്, എല്ലാവരും ഇതുപോലെ ഒന്ന് ചൂടൻ്റെ കറി ഒന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവരും വ്യത്യസ്തമായിട്ടായിരിക്കും കറികളൊക്കെ ഉണ്ടാക്കുക. ഓരോരുത്തരുടെ ഇഷ്ടത്തിനായിരിക്കും ഉണ്ടാക്കുക. ഞാനിങ്ങനെ നാടൻ കറികളാണ് ഉണ്ടാക്കുക. എനിക്ക് നാടൻ കറികളോടാണ് കൂടുതൽ ഇഷ്ടം. ഇതുപോലെ ആരും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് പ്രാവശ്യം ഉണ്ടാക്കി നോക്കൂ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതൊരു നല്ല നാടൻ കറിയാണ്. ഞാൻ ഇപ്പോൾ കഴിക്കാൻ പോവാണ്. ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ പോവാണ്. ചോറും ചൂടൻ്റെ കറി, വെണ്ടക്ക ഉപ്പേരി, അയില പൊരിച്ചത്, പപ്പടമൊക്കെ കൂടിയിട്ട് ഞാനൊരു പിടി പിടിക്കട്ടെ കേട്ടോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഇഷ്ടമാണ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.